അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു എത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് എന്നാണെങ്കിൽ നിങ്ങൾ അത് പറയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണെന്ന് തൗഹീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന തൗഹീദിന്റെ ആളുകളെന്ന് പറയുന്നത് നിങ്ങൾ പറയൂ ജനങ്ങളോട്. അത് പറയാൻ അധിക സമയമൊന്നും വേണ്ട. അതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് ജിന്നെങ്കിൽ ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? ആരും വിളിക്കണ്ടല്ലോ. ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിച്ചാൽ തന്നെ ശിർക്കിലായി. എത്ര ഗൗരവമുണ്ട് അത് പറയണ്ടേ? തൗഹീദും ശിർക്കും വേർതിരിയുന്നതിന്റെ അഭിപ്രായം പറയേണ്ടത് നിങ്ങൾ തൗഹീദിന്റെ ആളുകളാണെങ്കിൽ. അതല്ല ഇപ്പുറത്താണെന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ പറയേണ്ടി വരും. എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞു അത് മുഴുവൻ നിങ്ങൾ പറയേണ്ടി വരും. അത് മാത്രം തീരുമാനമാക്കിയാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞത് മുഴുവനും നിങ്ങൾ അത് തീരുമാനമാക്കാത്തതിന്റെ പേരിൽ മാത്രം. ഇപ്പോഴും തീരുമാനമല്ല. ആളുകൾക്ക് കിതാബ് വെച്ച് ക്ലിപ്പ് വെച്ച് പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഒരു വരി പറയാൻ ഇനി സാധിക്കരുതേ വേണം. നമ്മളോട് ഇങ്ങനെ ആവർത്തി ചോദിക്കുന്ന ആളുകൾ ഇനി ചോദിക്കേണ്ടത്, നമ്മൾ എല്ലാവരും ചോദിക്കേണ്ടത്, ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് നിങ്ങൾ തീരുമാനമാക്കണമെന്നാണ് നമുക്ക് ചോദിക്കണം. ഒരു സഹായാർത്ഥന എപ്പോൾ ശിർക്ക് വരും വരൂല, ഇതാണ് നമ്മൾ ചർച്ചയുടെ മർമ്മം. ഈ മറുപടിന് മുമ്പ് നമ്മളൊക്കെ നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യം സൂചിപ്പിക്കുകയാണ്. എല്ലാവരും, മുജാഹിദുകൾ പ്രത്യേകിച്ചും. ജിന്നുകൾ കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ അല്ലേ? ഇതിന് ഉത്തരം കിട്ടിയാൽ മതി നമുക്ക്. എന്നാൽ ക്ലിയർ ആയല്ലോ. ജിന്നുകൾ കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ അല്ലേ? തൗഹീദ് മനസ്സിലാക്കിയ എല്ലാവരും പറയും കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല. കാരണം അസ്ബാബിന് അതീതമായ കഴിവ് അല്ലാഹു തആലക്ക് മാത്രമേ ഉള്ളൂ, ഒരു പടപ്പിനുമില്ല. അപ്പം ജിന്നുകൾ കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല, ഇപ്പുറത്താണ്. ഇനി എപ്പോഴാണ് തേട്ടം പ്രാർത്ഥനയാവുക? നമ്മൾ സമസ്തക്കാട് പണ്ടേ പറഞ്ഞു പോകുന്നതാണ്, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്ക് വന്നു, ആ നിലയ്ക്ക് തേടിയാൽ അത് പ്രാർത്ഥനയായി. അപ്പം ജിന്നുകൾക്ക് കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്തെ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്കായി, ആ നിലയ്ക്ക് തേടിയാലോ ആ തേട്ടം പ്രാർത്ഥനയായി. രണ്ടാമത്തെ കൃത്രിമമാണ് കാണിക്കുന്നത്. ജിന്നുകൾ കാര്യകാല ബന്ധത്തിന് അപ്പുറമാണ് എങ്കിൽ ശിർക്ക്, അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്ക്, എങ്കിലേ ശിർക്കാകൂ. തട്ടിപ്പ് നോക്കൂ നിങ്ങൾ. ജിന്നുകൾ കാര്യകാല ബന്ധത്തിന് അപ്പുറമാണ് എന്ന് വിശ്വസിച്ചാലേ നമ്മുടെ സഹായത്തേട്ടം ശിർക്കാവുള്ളൂ. ഒരിക്കലും അങ്ങനല്ല. സലഫികൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കുകയും ഇല്ല. കാര്യകാരണ ബന്ധത്തിന് അപ്പുറമാണെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. എന്നാൽ അത് മാത്രമല്ല ശിർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് മാത്രമല്ല ശിർക്ക്. എന്തുകൊണ്ടാണ് ജിന്നുകളോടുള്ള സഹായതേട്ടം ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ കാരണം പറഞ്ഞത്? കാര്യകാരണ ബന്ധത്തിനപ്പുറം എന്ന് മാത്രമല്ല, നേരെ മറിച്ച് അന്നഹും ഗായിബൂന അൻക ദുആഉൽ മലായിക, ദുആഉൽ ജിന്ന്, ജിന്നുകളോട് മലക്കുകളോടുള്ള ദുആ ശിർക്കാകാൻ കാരണം ഹാദാ ശിർക്കുൻ അക്ബർ, ഇത് വലിയ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ കാരണം എന്താണ്? അത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ജിന്ന് അള്ളയാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ എന്നല്ല, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം മലക്ക് അള്ളയാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ എന്നല്ല.
എന്തുകൊണ്ടാണ് ജിന്നുകളുടെ സഹായത്തേട്ടം ശിർക്കാകുന്നത്? ലിഅന്നഹും ഗായിബൂന അൻക മശ്ഗൂലൂന ബിശുഊനിഹിം. ജിന്നുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ഗായിബാണ്, അഭൗതികമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്ന് അദൃശ്യമാണ്. മശ്ഗൂലൂന ബിശുഊനിഹിം, അവരവരുടെ ലോകത്ത് അവരുടേതായ കാര്യകാരണ ബന്ധത്തിൽ ഇടപെടുന്ന ആളുകളാണ്. എന്നാൽ നമ്മുടെ കാര്യകാരണ ബന്ധത്തിലേക്ക് അവരെ ബന്ധപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹാദാ ശിർക്കുൻ അക്ബർ, ഇത് വലിയ ശിർക്കാണ്. അപ്പം ഈ തത്വം മറച്ചു വെച്ചിട്ടാണ് നേരെടുക്കുന്നത്. കാര്യകാരണ ബന്ധത്തിനപ്പുറമാണ് ജിന്ന് എന്ന് പറഞ്ഞാൽ ശിർക്ക്, അത് ശിർക്ക് തന്നെയാണ്. കാര്യം കാര്യകാരണ ബന്ധത്തിനപ്പുറം എന്ന് പറഞ്ഞാൽ ജിന്ന് അള്ളയാണെന്നാണ്. ജിന്ന് അള്ളയാന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ എന്ന് പറഞ്ഞാൽ ജിന്നോട് നേട്ടം ശിർക്കാണ്. എത്ര കഷ്ടപ്പെടണം. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കുൻ അക്ബറാണ്. കാരണം ലിഅന്നഹും ഗായിബൂന അൻക മശ്ഗൂലൂന ബിശുഊനിഹിം എന്നാണ്. ഒരുപാട് ഉദ്ധരണികൾ ഇത് ആവർത്തിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഹാദാ ശിർക്കുൻ അക്ബർ, ഇത് ശിർക്കാണ്. ലിഅന്നഹും ഗായിബൂന അൻക മശ്ഗൂലൂന ബിശുഊനിഹിം അല്ലേ? നേരത്തെ മറ്റേ ഇവിടെ എഴുതിയല്ലോ, ഏത് കോഴിച്ചെനയിൽ വാദം എഴുതിയപ്പോൾ അദൃശ്യമായ അഭൗതികമായ ജിന്നിനോട് സഹായം തേടുന്നതിൽ ശിർക്കല്ലാത്തതുണ്ട് എന്നല്ലേ വാദിക്കുന്നത്. എന്നാൽ ജിന്നുകളുള്ള സഹായതേട്ടം എന്തുകൊണ്ട് ശിർക്കായി എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ പറഞ്ഞ ന്യായീകരണം കാര്യകാരണ ബന്ധത്തിനപ്പുറം അള്ളയാണെന്ന് വിശ്വസിച്ചാലേ എന്നല്ല. നേരെ മറിച്ച് അവർ നിങ്ങളെ തൊട്ട് ഗായിബുകളാണ്, ഗായിബീങ്ങളാണ്, മറഞ്ഞവരാണ്. അവരവരുടെ ലോകത്ത് അവരുടെ കാര്യകാരണ ബന്ധങ്ങളിൽ വിഹരിക്കുന്നവരാണ്. നിങ്ങളുടെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമാണത്. അവരുടെ കാര്യകാരണ ബന്ധം വേറെയാണ്. നമുക്കും കാര്യകാരണ ബന്ധമുണ്ട്, അവർക്കും കാര്യകാരണ ബന്ധമുണ്ട്, നമ്മൾ രണ്ടുപേരും ഒന്നായി എന്ന് പറഞ്ഞാൽ ശരിയാവൂല. പിന്നെ നിങ്ങളിപ്പോഴും വീണെടുത്തിറന്ന് ഉരുളം തോറും സമൂഹ മധ്യത്തിൽ നിങ്ങൾ വളരെ മോശക്കാരനായി മാറണം. അറിയുന്നൊരു കേസാണത്. ആ സിഹർ ബാധിച്ച ജിന്ന് ശരീരത്തിൽ കയറിയ ഒരു ഫാമിലിയിൽ ഓതാൻ ഞാൻ വന്നു, ബീവിത്തയും വന്നു. എന്നിട്ട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും പിന്നീട് അത് അവിടെയുള്ള ആളുകളൊക്കെ അറിഞ്ഞതും നിങ്ങളതിൽ ഇടപെട്ടതും പിന്നീട് നിങ്ങളെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സിഹർ ഉണ്ടായിരുന്നു എന്ന കാര്യം പറഞ്ഞതൊക്കെ സത്യസന്ധമാണ് എന്ന് ഇനിയും കൂടുതൽ തെളിവുകൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെന്ത് ചെയ്യണം? പബ്ലിക്കിൽ വന്നിട്ട് വിശുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ലാബിൽ വന്നിട്ട് നിങ്ങളും അതുപോലെ ഈ പറഞ്ഞ ടി കെ അഷ്റഫും പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആളുകളൊക്കെ എന്ത് ചെയ്യണം? ഒന്നിച്ച് സമൂഹത്തോട് മാപ്പ് പറയണം. അത് ശരി, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? തിരുത്തണം. നിങ്ങൾക്ക് ആ ബീവിത്തയുടെ ഭർത്താവിൻ്റെ വോയിസ് ഞാൻ ഇട്ടെന്നു. അദ്ദേഹം നിങ്ങൾ തെണ്ടിയെന്നും കദ്ദാബെന്നും മുനാഫിക്കെന്നും പെരുന്നുണയെന്നും എന്നെ ഒരുപാട് തെറി വിളിച്ച് കൂടുതൽ അദ്ദേഹത്തെ വിളിച്ചു. അതുപോലെ എന്നെയും ആ നിഷ്കളങ്കയായ മുഅ്മിനാത്തായ ആ പെണ്ണിന്, ഭർത്താവുള്ള പെണ്ണിനാണ്. ആ ബീവിത്തെ നിങ്ങൾക്കറിയാം, എത്രയോ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. നിങ്ങൾ 14 മിനിറ്റ് സംസാരിച്ച ബീവിത്തയാണ്. എന്നിട്ട് അതിനെ നിങ്ങൾ കാക്കച്ചിയെന്നും റാക്കച്ചിയെന്നും നീ എത്ര കാലം കൊണ്ട് നടന്നടാ, നിന്റെ കൂടെ നടന്ന പെണ്ണ്, ഇങ്ങനെ ലൈംഗിക ചുവയും അതേപോലെ തന്നെ ഒരുപാട് അക്രമാസക്തമായ ആഹ്വാനങ്ങളും എല്ലാം പറഞ്ഞു. നിങ്ങൾ അവസാനം എന്തെല്ലാം പറഞ്ഞു? ഇതൊക്കെ എന്തിനാണ് ജാബാലിശ്ശേരി നിങ്ങൾ കൊടുങ്ങുമ്പോൾ എടുത്തുദ്ധരിക്കുന്നത്? നിങ്ങൾ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഒരു ധാർമ്മിക വക്താവായി പ്രബോധകനായി നിലനിൽക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല എന്ന് ഓരോ നാളും നിങ്ങളുടെ സംസ്കാരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് ബാലുശ്ശേരിയാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ വീട് പുത്തനത്താണി ഉണ്ടായിരുന്നു. ആ വീട്ടിൽ ഒരു ജിന്നുമ്മ വന്നതായിട്ടോ ആ വീട്ടിൽ ഇങ്ങനെ ഒരു സവിശേഷത ഉണ്ടായിട്ടോ ഞാനും എൻ്റെ കുടുംബവും അറിഞ്ഞിട്ടില്ല, ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ കേസ് കൊടുക്കാനാ പോകുന്നത്, ഞാൻ വീഡിയോ ചെയ്യാനല്ല പോകുന്നത്. എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ട് ഈ പച്ച നുണ തൊപ്പിയും താടിയും വെച്ച് വിളമ്പിയവനെതിരെ കേസ് കൊടുക്കാനാ പോകുന്നത്. മാനാഭിമാനത്തിന്, എൻ്റെ മാനാഭിമാനത്തിന് വിലയിട്ടവനെതിരെ കേസ് കൊടുക്കാനാ പോകുന്നത്. ഓൻ വരട്ടെ, ഞാൻ കേസ് കൊടുക്കാനാ പോകുന്നത്, ഞാൻ വീഡിയോ ചെയ്യാനല്ല പോകുന്നത്. സാജിദ് തിരുരങ്ങാടിയും കൊണ്ട് പുത്തനത്താണിയിലേക്ക് വരട്ടെ, ഞാൻ വരാം നാളെ ജുമയ്ക്ക് ശേഷം. എന്നിട്ട് എൻ്റെ വീട്ടിൽ ഇത് നടന്നതിന് സാജിദ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പണിയെടുക്കും. അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ വെച്ച് ഓൻ്റെ കരണക്കുറ്റി ഓനെ അനുകൂലിക്കുന്ന ആളുകൾ അടിച്ചു പൊളിക്കുമോ എന്നും കൂടി ചോദിക്കുക. ഓൻ്റെ ചെവിക്കുറ്റി നോക്കിയിട്ട് അടിക്കാൻ തൻ്റെ ഇടയുള്ള നല്ല വാപ്പാർക്ക് ജനിച്ച് മക്കളുണ്ടോന്നും കൂടി ചോദിക്കുക. എൻ്റെ പേരിൽ പറഞ്ഞ ഈ നുണക്കെതിരെ ഞാൻ കേസ് കൊടുക്കാനാ പോകുന്നത്. ഓനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാ പോകുന്നത്. ഈ ജാതി ആളുകൾ വിലസരുത്, മനസ്സിലായില്ലേ? അതിന് നാളെ വീഡിയോ ചെയ്ത് ഞാൻ വേറൊരു കൗണ്ടർ ചെയ്യാനല്ല പോകുന്നത്. അങ്ങനെ ധൈര്യമുള്ളവർ, സാജിദ് പറഞ്ഞ് ശരിയാണെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ളവർ നാളെ പുത്തനത്താണി സാജിദ് തിരുരങ്ങാടിനെ കൊണ്ടുവരട്ടെ. ഞാനും എൻ്റെ ഭാര്യയും അന്നുണ്ടായിരുന്ന എൻ്റെ മക്കളും ഞങ്ങളും വരാം. എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് തെളിയിക്കാം.
എന്നിട്ട് സാജിദ് ഞങ്ങളുടെ പേരിൽ നുണ പറഞ്ഞാണെന്ന് അവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഓന്റെ ചെവിക്കുറ്റി അടിച്ചു പൊളിക്കാൻ നല്ല ബാപ്പാർക്ക് ജനിച്ച ആൺകുട്ടികളുണ്ടെങ്കിൽ KN-മാര് വന്നോട്ടെ. നിങ്ങൾ എൻ്റെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവാ, നിങ്ങൾ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്ക്. അല്ലാതെ നിങ്ങളിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറെ ആയത്തോതി എന്നെ തെണ്ടി പട്ടി കൈവേറി മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് കാര്യമില്ല. അത് പറഞ്ഞാൽ ആ പദത്തിന് തുല്യമായ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഹറാം പറഞ്ഞവനെ, നശിച്ചവനെ, പിഴായി പറഞ്ഞവനെ, നിങ്ങൾ ഫോണിൽ 52 വെച്ച് സംസാരിച്ച കൂട്ടത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ തരത്തിലും തോന്നിയാസവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തോന്നിയാസങ്ങളൊക്കെ എന്നെ വിളിച്ച് നിങ്ങൾ 52 മിനിറ്റ് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നേരം പോലും നിങ്ങൾക്ക് ധൈര്യസമേതം പറയാൻ പറ്റിയോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ പോലീസിന് മുമ്പിൽ കൊണ്ടുപോവാ, നിങ്ങളടങ്ങുന്ന പണ്ഡിതന്മാരുടെ നേതാക്കന്മാരുടെ തെളിവുകൾ ഞാൻ തരാം, നിങ്ങൾ എന്നെ പഠിപ്പിച്ച വിഷയം ഞാൻ അവിടെ പറയട്ടെ, എന്നിട്ട് പൈശാചികമാണോ, ഇത് തെറ്റായിരുന്നോ അല്ല ശരിയായിരുന്നോ എന്ന് ഇൻഷാ അള്ളാഹ് അത് ലോകം തെളിയിക്കട്ടെ. എന്താ നിങ്ങൾക്ക് പേടി? നിങ്ങൾ ഓരോ വോയിസ് ഇവിടെ ഗ്രൂപ്പിൽ വിട്ടുകൊടുക്കുക പോരാ, നിങ്ങൾ ഫാമിലി സഹിതം എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ എന്നിട്ട് നമുക്ക് ഇൻഷാ അള്ളാഹ് ഹാരിസ് കായക്കോടിയുടെ കെയർ ഓഫിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഞാനും ആ സ്ത്രീയും ഇത് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ അവിടെ വെച്ചൊന്ന് പറയും. ഇൻഷാ അള്ളാഹ് പറയും, അത്രേ ഉള്ളൂ. നിങ്ങളുടെ വീടല്ല മറ്റേ വീടല്ല, നിങ്ങൾ പറയണം നിങ്ങളുടെ വീട്ടിലാണ് അത് ചെയ്തത്, നിങ്ങളുടെ വീട്ടിലാണ് നമ്മൾ ചെയ്തത്. കാരണം നിങ്ങളുടെ വീടാണെന്ന് നമുക്ക് പണ്ടേ അറിയാം, ആ വീട്ടിൽ വെച്ച് തന്നെ ചെയ്തത്, ഈ കേസ് അറ്റൻഡ് ചെയ്തത് കേട്ടോ. ഇതല്ല എങ്കിൽ നിങ്ങളത് പറയൂ, സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നെ കൊണ്ട് പറയിപ്പിക്കൂ, എന്നിട്ട് എന്നെ പിടിക്കൂ. ഹാരിസ് കായക്കോടി വരട്ടെ. എന്താ ഹാരിസ് കായക്കോടി വിളിക്കാത്തത്? എന്താ TK അഷ്റഫ് വിളിക്കാത്തത്? എന്താ അവർക്കൊക്കെ വിളിക്കാൻ പേടി? നിങ്ങളുടെ നേതാക്കന്മാർക്ക് വിളിക്കാൻ പേടി ഉണ്ടാവും. കാരണം എന്താ, എൻ്റെ അടുത്ത് വന്ന് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്ത ശർഈയായ റുഖിയയുടെ കൂടെ ഉള്ളത് തെറ്റാണെന്ന് ഇന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് പേടി തുടങ്ങിയത്. കാരണം എന്താ, ഈ തെറ്റായ കാര്യം പഠിപ്പിച്ചത് നിങ്ങളാണെന്ന് കൂടെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഈ വോയിസ് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും തെറ്റിദ്ധരിച്ചവർ കേട്ടോളൂ. മുജാഹിദ് ബാലുശ്ശേരിയെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്, ബാലുശ്ശേരി പറയുന്നത് കള്ളമാണ് എന്നാണെങ്കിൽ, ബാലുശ്ശേരി ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്നാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പോലീസിനെ സമീപിക്കാം, നിയമത്തിന് മുമ്പിൽ വരാം. എന്നിട്ട് ഞാനിതെല്ലാം തുറക്കട്ടെ, എല്ലാവരെയും വിളിക്കട്ടെ, സകല സെൻറ്റർ എല്ലാ ആളുകളും ഇളകട്ടെ. നിങ്ങൾക്ക് 12 കൊല്ലം ഈ സമൂഹത്തിന് മുമ്പിൽ അനസും അതുപോലെ കായക്കൊടിയും അതുപോലെ തന്നെ ആളുകളൊക്കെ നിങ്ങൾ മന്ത്രവാദ ചികിത്സയുണ്ട്, നിങ്ങൾ അടിച്ചിറക്കൽ കേന്ദ്രം ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ, നിങ്ങളുടെ കുഞ്ഞാളുകൾ വിശ്വസിച്ചിരുന്നില്ല, നിഷ്പക്ഷമതികളായ ജനങ്ങളത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ 12 കൊല്ലം ഇതിനകത്ത് എന്നെപ്പോലെ പല 8ഓളം റാക്കിമാർ ഉപയോഗിച്ച് നിങ്ങളുടെ വീടുകളിൽ നടത്തിയിട്ടുള്ള ഇത്തരത്തിലെ ചികിത്സകളെ ഇപ്പോൾ ഞാൻ എന്ന വ്യക്തി വിളിച്ചു പറഞ്ഞപ്പോഴാണ് സമൂഹം നിങ്ങളെ എറിഞ്ഞാട്ടുന്നത്. അതുകൊണ്ട് എനിക്കൊരു നിന്ദതയും സംഭവിച്ചിട്ടില്ല. 12 കൊല്ലം കൊണ്ട് അള്ളാഹു തആല നിങ്ങൾ പടുത്തുയർത്തിയ വിസ്ഡം എന്ന ചീട്ടുകൊട്ടാരം പൊളിഞ്ഞു വീഴാൻ പോകുന്നത് കണ്ടിട്ടാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് പത്തായത്തിലെ കൂറകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടി വിയർക്കുന്നത് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്കൊരു നിലക്കും ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ഒഴിവുകഴിവും പറഞ്ഞ് ഒഴിവാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ പോലീസിന് മുമ്പിൽ കൊണ്ടുപോ, കോടതിന് മുമ്പിൽ ഹാജരാക്ക്. ഒരു വക്കീലുമില്ലാതെ ഞാൻ വാദിക്കും, ഞാൻ തെളിവുകൾ ഞാൻ നിയമത്തിന് മുമ്പിൽ കൊടുക്കും. വാ, എൻ്റെ മുമ്പിലേക്ക് വരൂ. നിങ്ങൾ വ്യക്തിപരമല്ലത്, ഒരു പ്രസ്ഥാനത്തെയാണ് മൊത്തം വെല്ലുവിളിക്കുന്നത്. ബാലുശ്ശേരി എന്ന വ്യക്തിയെ വെല്ലുവിളിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ നിങ്ങളെപ്പോലെ പല ആളുകളുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. കാരണം ഈ പണി പഠിപ്പിച്ചതെന്ന് നിങ്ങളാണ്. കേരള നേതൃത്വ മുജാഹിദ് എന്ന പ്രസ്ഥാനത്തിന് പിച്ച് ചീന്തി ആ ആളുകളെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ഫോൺ ക്ലിപ്പുകൾ മുഴുവനും ചോർത്തി അത് പബ്ലിക്കിൽ ജനങ്ങളെ കേൾപ്പിച്ച് രൂപത്തിൽ തേജോധം ചെയ്ത് മുഴുവനും പ്രവർത്തിച്ച നിങ്ങൾ പറയുന്നു ഇപ്പോൾ നിങ്ങളെ ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു, വ്യക്തിഹത്യ നടത്തുന്നു. ഇല്ല, നിങ്ങൾ പഠിപ്പിച്ച ഒരു ഐഡിയോളജി ഉൾക്കൊണ്ട ആയിരക്കണക്കിന് വിസ്ഡംകാർ ഈ അന്ധവിശ്വാസത്തിലാണ്, ഈ നിർഭയത്വം നഷ്ടപ്പെട്ട തൗഹീദിലാണ്, ഈ ഹയ്യും ആദറും കാദറുമായ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവൂല എന്ന് പറഞ്ഞ അബദ്ധവിശ്വാസത്തിലാണ്. റുഖിയ ശറയിൽ ഇല്ലാത്ത പല കാര്യങ്ങളും പഠിപ്പിച്ചതിൻ്റെ പേരിൽ അബദ്ധവിശ്വാസത്തിലാണ്. ഇത് പഠിപ്പിച്ചത് പ്രസ്ഥാനമാണ്, അതിൻ്റെ നേതാക്കന്മാരാണ്. അതേപോലെ തന്നെ ഇത് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതും ഞങ്ങളെ പ്രൊമോട്ട് ചെയ്തതും ഞങ്ങളെ റാക്കിമാരാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങന്മാരെ പോലെ ഞങ്ങളെ ബഹുമാനിച്ചതും ഈ വിസ്ഡം വിഭാഗത്തിലെ സാധാരണക്കാരായ നിഷ്കളങ്കരായ ആളുകൾ ഞാൻ പറയില്ല. അവർ പാവങ്ങളാണ്, അവർക്ക് അറിവില്ല. പക്ഷേ ഈ ഖതീബുമാരും അതുപോലെ തന്നെ ഈ നേതാക്കന്മാരും ഈ പണ്ഡിതന്മാരുമൊക്കെ ഞങ്ങളെപ്പോലെയുള്ള, എന്നെപ്പോലെയുള്ള, ഈ സ്ത്രീയെപ്പോലെയുള്ള മറ്റു ആണുങ്ങളായ പല റാഖിമാരെയും വിളിച്ചുകൊണ്ടുവന്ന് അവിടെ എല്ലാം ഇത്തരത്തിലുള്ള ഈ തെറ്റായ ചികിത്സകൾ നടത്തിയിട്ട് ഇന്ന് വരെ ഞങ്ങൾ വിളിച്ചിട്ട് ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റെന്ന് പറഞ്ഞിട്ടില്ല. അവസാനം ജാമ്യയിൽ വെച്ച് എന്നെ വിളിച്ച് ചർച്ച ചെയ്ത സമയത്ത് പോലും പറഞ്ഞത്, സാജിദേ നീ ചെയ്യുന്ന ചികിത്സ തെറ്റാണെന്നല്ല, മറിച്ച് സംഘടനയിൽ ഈ വെച്ചുകൊണ്ട് ഇത് ചെയ്താൽ
ഇത് അനസും കായക്കൊടിയും KNM മടവൂരും KP സുന്നിയാളും വല്ല പ്രശ്നം വന്ന് ആ ക്ലിപ്പിട്ട് പരിഹസിക്കും. അതുകൊണ്ട് സാജി തൽക്കാലം ഇത് പബ്ലിക്കിൽ നിർത്തിയിട്ട് രഹസ്യമായി തുടർന്നോ എന്നാ പറഞ്ഞത്. പിന്നെ അവർ തിരിഞ്ഞു കളയും. ആദ്യത്തിലൊക്കെ പ്രമാണം അംഗീകരിച്ചു, പിന്നെ യുക്തിക്കും ബുദ്ധിക്കും പ്രാധാന്യം കൊടുത്തു. അങ്ങനെ മെല്ലെ മെല്ലെ ദീനിൽ അകന്നുപോയി. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരുപാട് ആളുകളുടെ ചരിത്രം എന്നതാണ്. നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു പണക്കൊന്നുമില്ല. ഞാൻ ഇന്നലെ അരീക്കോട് കുനിയിലായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറെ പാരമ്പര്യമുള്ള ഞാനും PN അബ്ദുൽ ലത്തീഫ് മദനിയും. ഞാൻ അവിടുത്തെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾക്കറിയാം ജാമിയത്തുൽ ഹിന്ദും മിസ്റ്റവും കഴിഞ്ഞ കാല മുജാഹിദ് പ്രസ്ഥാനത്തിന് അതേ കാര്യം ഉൾക്കൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം. ഇനി വാശും വക്കണവും വേണോ? കക്ഷിത്വത്തിൽ അഭിരമിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഭ്രാന്ത് തലക്ക് മുക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിസ്റ്റക്കാരോടും പറയണം, ഒന്നും തെറ്റിദ്ധരിക്കണം. നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. വിസ്റ്റം സംഘടന എന്നുള്ള ഭ്രാന്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവായി കളി. അത് ദുനിയാവിലും ശരിയല്ല, ആഖിറത്തിൽ തീരെയും ശരിയല്ല. ഇതായിരിക്കണം ഇവിടെ ഇരിക്കുന്ന സ്റ്റേജിലും സദസ്സിലുള്ള. എന്താ അറിയോ, ഇവരാരും കൂട്ടനില്ലാത്തൊരു ലോകത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. എല്ലാവരും ഓർത്തോളി, ഇബ്രാഹിം നബി ഉണ്ടായിട്ട് ബാപ്പാക്ക് രക്ഷയില്ല. അവിടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.